മെയിൻ കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വിചാരിച്ചാൽ ഇതാണ് ഈ സീ ഫുഡിന്റെ ടിംബാലി എന്ന് പറയും. ടൊമ്പാലി എന്ന് പറയുന്ന വേർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ റെഡിനും ഈ ഗ്രീൻ പാർട്ടിനാണ് ടൊമ്പാലി എന്ന് പറയാം. ഇത് ആക്ച്വലി ഇത് നമ്മൾ തീർച്ചയായിട്ടും വളരെ കെയർഫുൾ ആയിട്ട് ഇത് റിമൂവ് ചെയ്യണം. കാരണം ഇറ്റ്സ് നോട്ട് ഗുഡ് ഫോർ ഹെൽത്ത്, ഇറ്റ്സ് ക്രിയേറ്റ് ടോക്സിൻ ഓൾസോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ഹെൽത്തി ഫുഡാണ്, ബട്ട് നമ്മളിതിന് പണി പാടും. അതുകൊണ്ട് ഇത് നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് എ കംപ്ലീറ്റ്ലി ഫ്ലഷ് മീറ്റ്. വളരെ നല്ല സംഭവമാണ്. നേരത്തെ പറഞ്ഞ പോലെ വളരെ ഹൈ ന്യൂട്രീഷൻസ് വാല്യൂ ഉള്ള പ്രൊഡക്റ്റ്. സോ ഇതിന് ടൊമാലി എന്ന് പറയും. ഇത് നമ്മുടെ എല്ലാ കൊഞ്ചിന് മാത്രമല്ല എല്ലാ, അതായത് ചിക്കൻ, ബീഫ്, എല്ലാ ക്രാബ് എല്ലാം ഈ സംഭവം ഇല്ലതാണ്. അപ്പൊ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ എന്ത് ചെയ്യുന്ന വിചാരിച്ചാൽ ഇത് റിമൂവ് ചെയ്യാതെ അങ്ങ് പൊരിച്ച് കഴിക്കും. ഞാൻ കുറച്ച് കഴിയുമ്പോൾ പറയും വയറ് വേനുള്ള എന്താ പറ്റിയെന്ന് പറയും, ഗ്യാസ് ആണ്. ഇറ്റ്സ് ഗ്രേറ്റ് ഫുഡ് പോയ്സൺ. നമ്മൾ പറഞ്ഞ ടൊമാലി എന്ന് പറയും. ഈ ടൊമാലി എന്ന് പറയുന്നത് ഇതാണ് ആക്ച്വലി ഗ്രീനും ഈ റെഡ് പാർട്ടും. ഇത് നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് എ കംപ്ലീറ്റ്ലി ന്യൂട്രീഷ്യസ് പ്രൊഡക്റ്റ്. സോ നമ്മൾ നേരത്തെ പറഞ്ഞാൽ നമ്മളൊരു കത്രി എടുക്കുന്നു, സീസർ എടുത്തിട്ട് ഇതിന്റെ ഇതൊക്കെ റിമൂവ് ചെയ്യുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ ടൊമാലി എന്ന് പറയുന്നത് എല്ലാ ഇതിലുള്ളതാണ്. ചിക്കനായാലും ബീഫിനായാലും എല്ലാ ഇതിനും. ചിക്കന്റെ എല്ലാം ലിവറിലില്ല, സൈഡിലില്ല. അതേപോലെ ബീഫിന്റെ ഇതാണ് ടൊമാലി. ഈവൻ ക്രാബ് എല്ലാത്തിനും ഇല്ലതാണ്. അപ്പൊ ഇത് നമ്മൾ കംപ്ലീറ്റ് ആയി റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് എ കംപ്ലീറ്റ്ലി ന്യൂട്രീഷൻ സീ ഫുഡ്. ഇതൊരു വെയിങ് ആണ്. ഇത് നമ്മൾ റിമൂവ് ചെയ്യണം. നമ്മള് ശ്രിംസിനും പ്രോൺസിനും ഒക്കെ നമ്മള് പ്രോൺസ് ഒക്കെ ടൈഗർ പ്രോണും വലിയ പ്രോണൊക്കെ വലിയ കൊഞ്ചൊക്കെ വൃത്തിയാക്കുമ്പോഴത്തേക്ക് അതിന്റെ അടിഭാഗം അതിന്റെ ബാക്ക് എന്ന് വെച്ചാൽ ഈ കൊഞ്ചൊക്കെ എടുത്തിട്ട് അതിന്റെ ബാക്ക് ഭാഗം ഇങ്ങനെ കീറിയിട്ട് അവിടെ നിന്നൊരു വെയിൻ കട്ട് ചെയ്തെടുത്ത് മാറ്റും. ആ വെയിൻ ശരീരത്തിന് ഒരുപാട് പ്രശ്നം ഉണ്ടാക്കുന്ന സാധനമാണെന്ന് പറഞ്ഞിട്ട് പല ഷെഫ്മാരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ വീട്ടിൽ ചെയ്യുമ്പോഴും ഞാൻ പൊരിക്കാൻ നേരത്തൊക്കെ അതെടുത്ത് കളഞ്ഞിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതുപോലെ ഇതിനകത്ത് ഈ ടൊമാലി എന്ന് പറയുന്ന ആ പാർട്ടും റിമൂവ് ചെയ്യണം. പിന്നെ ഈ വെയിൻ അതിന്റെ ബാക്ക് സൈഡിലൂടെയാണ് പോകുന്നത്. അത് രണ്ടും ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുക്ക് ചെയ്ത് കഴിക്കാം. ഇന്ന് നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് ഒരു അറബിക് ഗ്രില്ലാണ് ഇദ്ദേഹം നമുക്ക് പിന്നെ പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനി മാരിനേഷൻ എത്ര സമയമാണ് മാരിനേറ്റ് ചെയ്യേണ്ടത്? 30 മിനിറ്റ്സ് മാക്സിമം, 30 to 45 മിനിറ്റ്സ് വരെ. ഓക്കെ, സീ ഫുഡിന്റെ കാര്യത്തിൽ 35 മിനിറ്റ്സ് ഇനഫാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന പ്യൂർ അറബിക് മാരിനേഷൻ ആണ്. അത് സിമ്പിൾ മാരിനേഷൻ ആണ്. സിമ്പിൾ ആയിട്ട് ഗ്രിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ ഇതിന്റെ മാരിനേഷൻ ചെയ്തിട്ട് ഒരു 30 മിനിറ്റ്സ്. സാധാരണ നമ്മളിപ്പോ ബാർബിക്യൂ ഒക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് അതിന്റെ ബാർബിക്യൂ മസാല കിട്ടും. ആ മസാല വാങ്ങിച്ചാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഇവിടെ ഈ ഹോട്ടലൊക്കെ ആകുമ്പോഴത്തേക്ക് ഷെഫ്മാരെല്ലാം പഠിച്ചിരിക്കണം. അപ്പൊ അതിന്റെ ആ മസാല ഉണ്ടാക്കുന്ന രീതിയും കൂടി നമുക്കിപ്പോ പഠിക്കാം. എന്തൊക്കെയാണ് അതിനകത്ത് ചേരുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് നോക്കാം. ഇത് മസ്റ്റർഡ് ആണ്, ഫ്രഞ്ച് മസ്റ്റർഡ് ആണ്. ഓക്കെ, കടുകരച്ചത്. അതിന്റെ തോല് കളഞ്ഞിട്ട് അതിന്റെ സീഡ് മാത്രം. ഒലിവ് ഓയിൽ ആണ്. ഓക്കെ, white pepper powder, some salt, chopped garlic, parsley leaves. Yeah. Okay. Parsley leaves ആണ് നമ്മൾ കൊറിയാണ്ടർ ലീവ്സ് പോലെ. ഓക്കെ, ഇല്ലൊരു. ഓക്കെ, അപ്പൊ അതും ഈ മാരിനേഷൻ ഇത് പെരട്ടാൻ മാരിനേഷൻ പെരട്ടാൻ വേണ്ടി ഒരു ഫ്രാഗ്രൻസ് കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ നമ്മൾ ഇതിനൊക്കെ മിക്സ് ചെയ്യാൻ വേണ്ടി പോവാം. ഓക്കെ, ഈ അറബിക് സ്റ്റൈലാണ് നമ്മൾ ഈ ഗാർലിക് യൂസ് ചെയ്യുന്നത്. ചോപ്പ് ഗാർലിക്. ഇവർക്ക് ഗാർലിക്കിന്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ചോപ്പ് ഗാർലിക്. ഗാർലിക് പേസ്റ്റ് യൂസ് ചെയ്യാറുണ്ട്. ഗാർലിക് പേസ്റ്റ്, ജിഞ്ചർ പേസ്റ്റ് ഒക്കെ നമ്മൾ മാക്സിമം ഇന്ത്യൻ ക്യൂസൈനിലാണ് യൂസ് ചെയ്തിട്ട് കാണുന്നത്. ദെൻ പാസ്ലി, 1 tablespoon ഓഫ് പാസ്ലി. ഞാൻ ഇതിന്റെ അളവുകളൊന്ന് പറയാം ഒരിക്കൽ കൂടി. ആദ്യം നമ്മളൊരു 4 ടേബിൾ സ്പൂൺ ഇത് എടുക്കുന്ന സമയത്ത് ഈ സാധാരണ നമ്മൾ മീനൊക്കെ മസാല പിടിപ്പിക്കാൻ നേരത്ത് വളരെ കുറച്ച് മാത്രമേ എടുക്കാറുള്ളൂ.
ഇത് ഗ്രില്ല് ചെയ്തെടുക്കുന്നതായതുകൊണ്ട് തന്നെ അതിനകത്ത് ഒരല്പം കൂടുതൽ മസാല ഉണ്ടാക്കിയെടുത്തിട്ട് ഇതിനകത്ത് നന്നായിട്ട് തേച്ച് വെക്കണം. കാരണം ഗ്രില്ല് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ മസാല പോകാനായിട്ട് സാധ്യതയുണ്ട്. എന്നാലും ആ മാംസത്തിൽ അതിന്റെ ഫ്ലേവർ മുഴുവൻ പിടിക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 4 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ എടുത്തിട്ടുണ്ട്, 2 ടീസ്പൂൺ മസ്റ്റർഡ് പേസ്റ്റ് എടുത്തിട്ടുണ്ട്, പിന്നെ 1.5 ടീസ്പൂൺ പിന്നെ വൈറ്റ് പെപ്പർ പൗഡർ, പാകത്തിന് ഉപ്പ്, ഒരു 2 ടീസ്പൂൺ പാസലി ലീവ്സ്, പിന്നെ ചോപ്ഡ് ഗാർലിക്, പിന്നെ വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്താണ്, അത് ഒരു 2 ടീസ്പൂൺ. 2 ടീസ്പൂൺ വേണം. അല്ല, അത് ഞാൻ പറഞ്ഞത് അറബിക്കിന്റെ ഒരു സ്റ്റൈലാണ്. ഗാർലിക്കിന്റെ ഫ്ലേവർ ഔട്ട് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ യൂസ് ചെയ്യണം. ഓക്കെ ഓക്കെ. നമ്മൾ നല്ലപോലെ മാരിനേഷൻ ചെയ്യാൻ വേണ്ടിട്ട് ഇതിന് നമ്മുടെ ഒരു മെയിൻ ഇൻഗ്രീഡിയന്റ് ഉണ്ട്, ലെമൺ ജ്യൂസ്. ലെമൺ ജ്യൂസ്, അതിന് ലെമൺ ജ്യൂസ് കുറച്ച് ആഡ് ചെയ്യാൻ വേണ്ടി പോവാം. ഓക്കെ. ലെമൺ ജ്യൂസ് നേരത്തെ പറഞ്ഞ നമ്മൾ ഈ ഇൻഗ്രീഡിയൻസിൽ കവറപ്പ് ചെയ്തൊരു സംഭവമാണ്. ഞാൻ പറയാതെ എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ലെമൺ ജ്യൂസ് ആദ്യം ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഡ്രസ്സിങ് ഈ സോസ് മര്യാദയ്ക്ക് വൈൻഡ് അപ്പ് ആവില്ല. സോ വി പുട്ട് ദ ലെമൺ ജ്യൂസ്. നല്ല യെല്ലോ കളർ പേസ്റ്റ് ആയി മാറി. ഇനി ഇത് ഇതിനകത്ത് തേച്ച് പിടിപ്പിച്ചിട്ട് അരമണിക്കൂർ, അല്ലെ, ഹാഫ് ആൻ അവർ മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കണം. മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്രില്ല് ചൂടാക്കിയിട്ട് അതിനകത്ത് വെച്ച് ഗ്രില്ല് ചെയ്തെടുത്ത് കഴിക്കാം.